നമസ്കാരം. വയനാട് ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല, VD സതീശൻ പ്രളയത്തിന്റെ പേരിൽ ഫണ്ട് തട്ടിച്ചതിനും ഇപ്പോ കുരുക്ക് റെഡിയായിട്ടുണ്ട്. പുനർജനി കേസ്. സാധാരണക്കാർക്ക് പുനർജനി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് അതെന്ന് മനസ്സിലാകത്തില്ല. 2018 കാലം പ്രളയമുണ്ടായി. നേരത്തെ 2024 വയനാടിലുണ്ടായ ഉരുൾപൊട്ടൽ പോലെ തന്നെ കേരളം വിറങ്ങലിച്ച പ്രളയം. ആ പ്രളയ സന്ദർഭത്തിൽ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ചെയ്തത്? ഇന്ന് വയനാടിന്റെ പേരിൽ എന്താണോ ആപ്പ് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ പിടിച്ചതിന് ശേഷം കണക്കില്ല, വീടില്ല, ഭൂമിയില്ല, 1.5 വർഷമായിട്ടും ആ ദുരിതബാധിതരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് സതീശൻ സ്വന്തം നിലയ്ക്ക് ഇപ്പോൾ വലിയ PR പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. കേവലം നിങ്ങൾ തന്നെ ആലോചിക്കുക, കോൺഗ്രസ്സുകാരിയായിട്ടുള്ള സിമി റോസ്ബെൽ സതീശനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം. അതായത് 5 ടേൺ MLA ആയിട്ടുള്ള വ്യക്തിയാണ്, ഇതുവരെ മന്ത്രി ഒന്നും ആയിട്ടില്ല. ആ വ്യക്തി ഒരു MLA ആകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് വെറും മണി ചെയിൻ തട്ടിപ്പുകാരനായിരുന്നു. അതായത് ഒരു ലാംബി സ്കൂട്ടറുമായിട്ട് പറവൂർ ഭാഗങ്ങളിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന വനിതാ നേതാവും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയോടൊപ്പം പ്രവർത്തിച്ച നേതാവ് കൂടിയാണ്. അവർ പറഞ്ഞ വാചകമൊന്ന് ഓർത്തെ. എന്തിനാണ് എന്നെ പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബയായോ വിധവയായ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ? ഈ പാർട്ടി എൻ്റേതും കൂടിയല്ലേ? അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല. അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും. ഒരു കൂട്ടുകാരൻ്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്ത് വിടും. 3000 രൂപ കൊടുത്താൽ 3 മാസം കഴിയുമ്പോൾ അത് 5000 രൂപയാവും. ആ സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീശ, വന്ന വഴി മറക്കരുത്. കേട്ടല്ലോ, ആ ലാംബി സ്കൂട്ടർ നടന്ന സതീശൻ ഇന്നിപ്പോ കോടാനുകോടി രൂപയുടെ സ്വത്തിന്റെ അധിപനാണ്. 5 ടൺ 25 വർഷം MLA ആയി. MLA ശമ്പളവും അതിന്റെ ആനുകൂല്യവും. അത് പറ്റിയതിനപ്പുറം എങ്ങനെയാണ് സതീശന് കോടാനുകോടി രൂപ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറങ്ങൾ തേടി പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പുനർജനി തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും. അന്ന് നമ്മെ സഹായിക്കാൻ വേണ്ടി, അതായത് കേരളത്തിനെ സഹായിക്കാൻ വേണ്ടി UAE നേരിട്ട് വന്നു. നമുക്ക് വലിയ സാമ്പത്തിക സഹായം തരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചില്ല. അങ്ങനെ വേറൊരു രാജ്യത്തിന്റെ സഹായം കൈപ്പറ്റണ്ട എന്ന രീതിയിൽ കേരളത്തിന്റെ ആ വലിയ ദുരന്തത്തെ അങ്ങനെ ഒരു സഹായത്തിലൂടെ നമുക്ക് മറികടക്കാൻ കഴിയുമായിരുന്ന അവസരത്തെ ഈ വിദേശ വിനിമയ ചട്ടപ്രകാരം നമുക്ക് അത്തരം പണം തരണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് എത്തുകയായിരുന്നു. പക്ഷേ ബാക്കി ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും അവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാനുള്ള അവസരവും കൊടുത്തു. എന്നാൽ നമ്മുടെ നാട്ടിലെ ഈ വിദേശ വിനിമയ ചട്ടപ്രകാരം വ്യക്തിക്കോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനോ വിദേശത്ത് നിന്ന് പണം കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. പക്ഷേ സതീശൻ 2018 പ്രളയമുണ്ടായ സന്ദർഭത്തിൽ അടുത്ത വണ്ടിയും വിളിച്ച് നേരെ ഗൾഫിലേക്ക് പോവുകയാണ്, ബർമിംഗ്ഹാമിലേക്ക് പോവുകയാണ്. അവിടെ പോയതിനു ശേഷം അദ്ദേഹം അനധികൃതമായിട്ട് അവിടെ വിദേശ പണം സ്വരൂപിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ വിവരം പുറത്തു വന്നപ്പോൾ സതീശൻ പുറത്തു വന്നിട്ട് അങ്ങനെ നയാ പൈസ ഞാൻ പിരിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സതീശൻ അവിടെ പോയിട്ട് പ്രത്യേക മലയാളി അസോസിയേഷന്റെയും സംഘടനകളുടെയും യോഗം വിളിച്ചിട്ട് അദ്ദേഹം ഫണ്ട് പിരിവിന് വേണ്ടി പ്രസംഗിക്കുന്ന ദൃശ്യം പുറത്തേക്ക് വന്നത്. നിങ്ങളൊന്ന് കണ്ടേ. ബർമിംഗ്ഹാമിൽ ക്ലൈമറ്റ് റെസിലിയൻസിനെ സംബന്ധിച്ച ഒരു വലിയ സെമിനാറിൽ സംസാരിക്കാൻ എന്നെ ഗസ്റ്റായി വിളിച്ചപ്പോൾ ഞാൻ അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ CD ആണ് അദ്ദേഹം പറയുന്നത്. ഈ CD എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നതാണ്. ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി 1 രൂപ പോലും പിരിച്ചിട്ടില്ല. Around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ് തിരുവനന്തപുരത്തുകാരി. അവരാണത് ഹോസ്റ്റ് ചെയ്തത്. ആ പരിപാടി അവരാണ് നടത്തിയത്. വലിയ ഒരു ലഞ്ച് മീറ്റിംഗ് നടത്തി. അവരെല്ലാം അവിടെ അങ്ങനെയാണ് നടന്നത്. സ്പോൺസർമാർ അവിടെ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
ലണ്ടനിൽ പ്രസംഗിച്ച രഹസ്യമായിട്ടാണ്. ഇങ്ങനെ അദ്ദേഹം പല വഴിയിലൂടെ ഫണ്ട് പിരിച്ചെടുത്തു. അത് എങ്ങനെ ഈ നാട്ടിൽ വന്നെന്നോ അത് ആരുടെ അക്കൗണ്ടിൽ വന്നെന്നോ എവിടത്തേക്കാണ് എത്തിയത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല. ഈ ഫണ്ട് എത്ര കിട്ടി എന്നതിനെ സംബന്ധിച്ച് ഒരു കണക്കുമില്ല. ഇതുവരെ ആരോടും സതീശൻ വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഫണ്ട് കളക്ട് ചെയ്തതിന് ശേഷം സതീശൻ പുനർജനി എന്നൊരു തട്ടിപ്പുണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിലൊരു എളുപ്പ വഴിയാണ് ഈ സന്നദ്ധ സംഘടന അല്ലെങ്കിൽ ചാരിറ്റി സംഘടനകൾ ഉണ്ടാക്കി വെക്കുന്നത്. എന്തിനാണ്? ഈ ബാക്കിയുള്ള ഇടങ്ങളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് അടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും എളുപ്പ വഴി എന്താണ്? സ്വന്തം സംഘടനയുണ്ട്, സംഘടനയ്ക്ക് വാങ്ങിക്കൊടുത്ത് സംഘടനയുടെ പേരിൽ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, വ്യക്തിപരമായി ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനായിട്ട്, വ്യക്തിപരമായി ചെയ്യണമെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് അന്തസ്സായിട്ട് ചെയ്യണം. അത് പറ്റത്തില്ല. സതീശന് സ്വന്തം നിലയ്ക്ക് ഫണ്ട് കളക്ട് ചെയ്ത് ആ കളക്ട് ചെയ്തത് വിദേശത്തു നിന്നാണെന്നുള്ള പ്രതികരണത്തിലൂടെ ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. അതിനെ സംബന്ധിച്ച് പരാതി ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ആ നിലയ്ക്കാണ് ഈ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തിയതിനു ശേഷം ആ ഫണ്ടിൽ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. വിദേശ വിനിമയ ചട്ടപ്രകാരം സതീശനിൽ ആരിലേക്കാണ് ഫണ്ട് വന്നത്, ആരിലൂടെയാണ് സതീശൻ ഇവിടെ ഫണ്ട് എത്തിച്ച് പലർക്ക് ഞാനാണ് വീട് വെച്ച് കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ പലർക്കും പ്രലോഭനങ്ങളും ഒപ്പം തന്നെ വീഡിയോ ഫോട്ടോഷൂട്ടും നടത്തിയതിനു ശേഷം ഈ ഫണ്ടിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ അതിൽ ഗുരുതര ക്രമക്കേട് വന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ വയനാട് ഫണ്ട് കൂടി ചേർത്ത് വെച്ച് നോക്കിയാൽ മതി. വയനാട് ഫണ്ട് ഇവർ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കരുത്, ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന രീതിയിലാണ് വലിയ പ്രചരണങ്ങൾ നടത്തിയത്. ആ പ്രചരണങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇവരെ വിശ്വസിച്ച് ഇവർക്ക് ഫണ്ട് കൊടുത്തു. അത് യൂത്ത് കോൺഗ്രസിനും കൊടുത്തു, കോൺഗ്രസിനും കൊടുത്തു. 1.5 വർഷമായിട്ട് ആ ഫണ്ട് എവിടെയെന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുകയല്ലേ? എത്ര രൂപ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് നമ്മൾ ചോദിക്കുകയല്ലേ? അപ്പോൾ ഇതിനൊന്നിനും ഉത്തരമില്ല. ഇതുപോലെ തന്നെയാണ് പുനർജനിയുടെ പേരിൽ സതീശൻ വിദേശത്ത് പോയി സ്വന്തം നിലയ്ക്ക് ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ സതീശൻ ഫണ്ട് മുക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. ഇപ്പോൾ തന്നെ വയനാട് ചൂരൽമല ഫണ്ട് എത്രയാണെന്ന് മിണ്ടാൻ പോലും സതീശൻ തയ്യാറായിട്ടില്ലെങ്കിലും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയും അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കിയും ഡയലോഗ് അടിച്ചും രക്ഷപ്പെട്ടു പോകുന്ന സതീശൻ വിജിലൻസിന് മുന്നിൽ ഉത്തരം പറഞ്ഞപ്പോൾ അക്കാര്യത്തിൽ ക്രമക്കേടുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CBIക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്ന ആദ്യത്തെ വാചകം, ഇത് രാഷ്ട്രീയ വേട്ടയാണ്, തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങളെ വേട്ടയാടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാര്യത്തിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് വിദേശ വിനിമയ ചട്ടപ്രകാരമാണെങ്കിൽ അതിനെ സംബന്ധിച്ച് അത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കാര്യമായതുകൊണ്ട് തന്നെ അത് കേരള പോലീസിനോ സംസ്ഥാനത്തിനോ അന്വേഷിക്കുന്നതിൽ പരിമിതി ഉള്ളതുകൊണ്ട് നേരെ CBIക്ക് കൈമാറുകയാണ്. അത്തരം കാര്യത്തിൽ സതീശന് യാതൊരു തരത്തിലും തന്റെ കയ്യിൽ കറ പുരണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പിരിവെടുത്ത കാര്യം ഈ സമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കില്ലായിരുന്നു. മറച്ചു വെച്ച കാര്യം അവിടെ നിന്നുള്ള വീഡിയോ ആയി പുറത്തു വന്നപ്പോൾ അദ്ദേഹം പിന്നീട് അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ന്യായീകരണങ്ങളും മികച്ച രീതിയിൽ കള്ളം പറയാൻ അറിയാവുന്ന ഒരു നാവ് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞു നിന്നു എന്നാണ് അർത്ഥം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അതൊരു കുരുക്കായി മാറിയിരിക്കുകയാണ്. എല്ലാ കാലത്തും കള്ളങ്ങൾ എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. അതിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിലൂടെ ഒടുവിൽ സതീശൻ എന്ന ഫണ്ട് തട്ടിപ്പ് വീരൻ കേരളത്തിന്റെ മുന്നിൽ അനാവൃതമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.